ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും നൈലും കൂടി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക കേട്ടോ. അപ്പോൾ അവളെ ഞാൻ ഉടുപ്പൊക്കെ ഇട്ടെടുത്ത് അവളെ റെഡിയാക്കി എടുത്തിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഓൾ ഉറങ്ങി കിടക്കുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഓട്ടോ കാത്തു വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് ഇറക്കാൻ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കേണ്ട, ഒന്നും ഉണ്ടാക്കേണ്ട. സത്യം പറഞ്ഞാൽ ജ്യൂസ് അടിച്ചാൽ മതി, പിന്നെ ചായ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ബാക്കിയൊന്നും ഉണ്ടാക്കേണ്ട, കാരണം ഇന്നലത്തെ ഫുഡ് അത്രയും ബാക്കിയാണ്. അപ്പോൾ അതൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അതൊക്കെ കഴിച്ച് തീർക്കാം. അതിന് ശേഷം ഇനി നാളെ ഉണ്ടാക്കുക ഫുഡുകളൊക്കെ എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. കാരണം ഫുഡ് വേസ്റ്റ് ആക്കുക എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചധികം ഫുഡ് ഉണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കഴിച്ച് തീർന്ന പോലെ നമ്മൾ ചൂടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ല സ്വഭാവമല്ല എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഓഫീസിലൊക്കെ പോയി അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഷെഫ്ക്കാക്കെയാണ് ഞങ്ങളെ കൊണ്ടുവരാൻ വന്നത്. അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഓനാണ് കൊണ്ടുവരാൻ വന്നത്. അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നത് കേട്ടോ. പിന്നെ നൈലൂനുള്ള പാൽപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ പോന്നു. പിന്നെ പോരുമ്പോൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസമായി ബൈക്കിലൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട്. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരുകയാണ്. പോരുന്ന ബൈക്ക് അവനെ ഞങ്ങൾക്ക് പുതിയ വഴി, ഷോർട്ട് കട്ട് വഴിയൊക്കെ കാണിച്ചു തന്നത്. പക്ഷെ നല്ല രസമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു. പക്ഷെ ഒടുക്കത്തെ വെയിൽ കേട്ടോ, വെയിൽ അൺസൈക്കബിളാണ്. പക്ഷേ ഇവിടെ അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എന്നാൽ പോലും ഇപ്പോൾ കുറച്ചായിട്ട് വെയിലൊന്നും കാണാനില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് നല്ല വെയിലിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കിടന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയത് 5:30-ക്കാണ്. സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കണ്ട്, ചട്ടിയല്ല ഈ സ്റ്റീമർ, അത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ച് കണ്ട് നമ്മളതിലേക്ക് അപ്പമൊക്കെ വെച്ച് പിന്നെ ഒരു കുറച്ച് നേരം അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സ്റ്റീമാവും. സ്റ്റീമായാൽ തന്നെ നല്ല സ്മൂത്തായിട്ട് നൈസായിട്ട് കിട്ടും. അപ്പോൾ ഇന്നലത്തെ അപ്പം തന്നെയാണ്. അപ്പോൾ അത് ബാക്കിയുണ്ട്, കളയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ അത് ചൂടാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് കറിയുണ്ട്. അപ്പോൾ ഗീ റൈസും കുറച്ചുണ്ട്. അപ്പോൾ ഗീ റൈസും ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആവശ്യത്തിലേറെ ഫുഡുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം കറി ചൂടാക്കാൻ വേണ്ടി സ്റ്റൗ എത്തിച്ച് കണ്ട് പാന് വെച്ചു. അതിൽ എന്താ പറയുക, കറി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റായി കഴിഞ്ഞാൽ കറി റെഡിയായി. പിന്നെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. അടച്ച് വെച്ച് കണ്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചാൽ നമ്മളെ കറിയും സെറ്റായിട്ടോ. പിന്നെ ഗീ റൈസും ഒന്ന് ചൂടാക്കി എടുക്കണം. എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗീ റൈസ് ഉണ്ട്, പപ്പടം ഉണ്ടാക്കണം. ഇനി അതിലേക്ക് ഗീ റൈസ്, പപ്പടം, പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളിസുർക്കില്ലേ, ഉള്ളിസുർക്ക പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ഉള്ളിസുർക്ക എന്നുള്ള പേരാണ് അതിനറിയുള്ളൂ. ഉള്ളിയും സുർക്കയും പച്ചമുളകും കൂടി ഇട്ടുണ്ടാക്കണതിന് കേട്ടോ. അപ്പോൾ സ്റ്റീം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വേഗം ഇതിലേക്ക് മാറ്റി കേട്ടോ, ഒരു കാസറോളിലേക്ക് മാറ്റി. എന്നിട്ട് അതിലേക്ക് ഗീ റൈസ് ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം ഇനിയിപ്പോൾ വേറൊരു പാത്രം വെച്ച് കണ്ട് അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. ഗീ റൈസ് ഇതിലിട്ട് കണ്ട് സ്റ്റീം ചെയ്തെടുത്താൽ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതായത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ഗീ റൈസ് ആയിരിക്കും കിട്ടുക. അങ്ങനെ ഞാൻ അത് അതിലേക്ക് വെച്ച് കണ്ട് അടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഉള്ളി സുർക്ക ഉണ്ടാക്കണം, പപ്പടവും പൊരിക്കണം. പിന്നെ ഇന്ന് ഫ്രൂട്ട്സായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ വാട്ടർമെലോൺ ഉള്ളൂ. ആദ്യമൊക്കെ നമുക്കെല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് ലാസ്റ്റിക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിക്കാൻ കഴിയൂല. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഫ്രൂട്ട്സും ജ്യൂസും കഴിച്ചാൽ തന്നെ വയറ് തീരുന്നില്ല. അതാണ് എന്നും ഫുഡ് തന്നെ ബാക്കിയാവുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല. കാരണം എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കി വെറുതെ സമയം കളയുന്നതിന് പകരം വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് റമദാനിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ എന്നൊക്കെ പറയാനേ അങ്ങനെ ഫുഡിനോടൊക്കെ വലിയ ക്രേസൊന്നും ഇപ്പോൾ ഇല്ല. കാരണം എല്ലാ ഫുഡും നമ്മളൊരുവിധം കഴിച്ച് തീർന്നിരിക്കണം. അപ്പം അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അപ്പം നോമ്പ് ഇറക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കുക എന്നുള്ള ചിന്തയിൽ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പപ്പടം പൊരിച്ചെടുത്ത് കണ്ട് ഞാൻ ഉള്ളി സുർക്കയും ഉണ്ടാക്കുകയാണ്. അതും ഉണ്ടാക്കി. പിന്നെ അച്ചാറുണ്ട്, പിന്നെ ബീഫ് കുറച്ചുണ്ട്. അപ്പോൾ അതൊന്ന് എന്താ പറയുക, ചൂടാക്കി എടുക്കണം. അപ്പം നെയ്ച്ചോറൊക്കെ തന്നെ ബീഫ്, ചിക്കൻ കറി, പിന്നെ ഉള്ളിസുർക്ക, പിന്നെ എന്താ പറയുക, പപ്പടം, മാങ്ങാച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങാച്ചാറും ഉണ്ട്. അപ്പോൾ അതും കൂട്ടി നെയ്ച്ചോറ് കഴിക്കുക. പിന്നെ അപ്പത്തേക്ക് ചിക്കൻ കറി മാത്രം മതി, അതും ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ തന്നെ കഴിക്കൽ എപ്പോഴാണെന്ന് വെച്ചാൽ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ കഴിക്കൽ. ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും മോളവിടെ അത് കുണുക്കുണു പറയുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യണില്ല. കാരണം 5:45 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഓളൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയത്. അതിന് ശേഷം ഞാൻ ഫുഡൊക്കെ ഞാൻ ടേബിളിൽ എത്തിച്ച്
അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ അതിന് ശേഷം ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് നോമ്പറക്കാനുള്ള ഒരുപാട് വിഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ തറാവിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ കയറി അടുക്കളയിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് പിന്നെ ഷിംകാക്ക കഞ്ഞിയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കി അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.